ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നതിന്റെ പേടിയിലായിരുന്നു അവൾ. പക്ഷേ മുത്തശ്ശനും മറ്റെല്ലാവരും തിരിച്ചെത്തിയെന്നറിഞ്ഞതോടെ അവൾക്ക് വലിയൊരു ആശ്വാസം തോന്നി. കുട്ടികളുടെ ആവേശത്തോടെ ആസ്ത ചോദിച്ചു, ശരിക്കും ശരിക്കും മുത്തശ്ശൻ വന്നോ? എനിക്കും അദ്ദേഹത്തെ കാണണം. അതും പറഞ്ഞ് അവൾ അർമാനെ മറികടന്ന് വേഗത്തിൽ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ അർമാൻ ഉടനെ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. നിനക്ക് ഭ്രാന്തായോ? ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ, ഈ കോലത്തിലും മുത്തശ്ശന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. നിന്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിരിക്കുന്ന കാര്യം മറന്നോ നീ? ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാനാണോ പോകുന്നത്? ആദ്യം പോയി ഡ്രസ്സ് മാറ്റുവാ. അർമാന്റെ മുന്നറിയിപ്പ് കേട്ടതും ആസ്ത തലകുണിച്ച് ശാന്തമായി ഒരു വശത്തേക്ക് മാറി നിന്നു. അത് കണ്ട അർമാന് വീണ്ടും ദേഷ്യം കയറി. താൻ ഇത്രയും പറഞ്ഞിട്ടും അവൾ അത് കേട്ടില്ലെന്ന പോലെ നിൽക്കുന്നത് അവന് ഒട്ടും മനസ്സിലായില്ല. ദേഷ്യത്തോടെ കുറച്ചു ചുവടുകൾ മുന്നോട്ട് വെച്ച അവൻ നേരെ ആസ്തയുടെ മുന്നിൽ വന്ന് നിന്നു പറഞ്ഞു, തല ഉയർത്തി എന്നെ നോക്കി മറുപടി പറയ്. എന്തിനാണിങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്? തല ഉയർത്താതെ തന്നെ ആസ്ത പതിയെ പറഞ്ഞു, അത് എന്റെ കയ്യിൽ മാറി ധരിക്കാൻ വേറെ ഡ്രസ്സില്ല. ആനിമോയെ എനിക്ക് അയച്ചു തന്നത് 2-3 ജോഡി ഡ്രസ്സുകൾ മാത്രമാണ്. അതെല്ലാം ഞാൻ അലക്കാനിട്ടിരിക്കുകയാണ്. ഇതുവരെ ഉണങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ഇട്ടിരുന്ന ഈ ഡ്രസ്സും നിങ്ങൾ വെള്ളമൊഴിച്ച് നനച്ചില്ലേ. ഇനി ഞാൻ എങ്ങനെ മാറി ധരിക്കും? ആസ്ത അത്രയും നിഷ്കളങ്കമായി പറഞ്ഞപ്പോൾ അത് കേട്ട് അർമാന് ദേഷ്യം കൂടിയതേയുള്ളൂ. നെറ്റിയിൽ കൈവച്ച അസഹനത്തോടെ അവൻ ഉറക്കെ പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ലേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? മണ്ടിപ്പെണ്ണെ, നീ ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുമായിരുന്നില്ല. പല്ല് കടിച്ചുകൊണ്ട് അർമാൻ അവളെ തുറിച്ചു നോക്കി. അപ്പോഴും ആസ്ത തലകുനിച്ച് പേടിയോടെ നിശബ്ദമായി നിന്നു. വലിയൊരു തെറ്റ് ചെയ്ത കുറ്റവാളിയെപ്പോലെ അർമാന്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കുന്നതുപോലെയായിരുന്നു അവളുടെ അവസ്ഥ. അർമാൻ തന്റെ മുറിയിലെ വാർഡ്രോബിനടുത്തേക്ക് നടന്നു. തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ വില കൂടിയ സാരികൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു. വീണ്ടും ആസ്തയുടെ നേരെ തിരിഞ്ഞവൻ കടുപ്പത്തോടെ ചോദിച്ചു, ഇപ്പോഴല്ലേ നിനക്ക് ഡ്രസ്സില്ലെന്ന് പറഞ്ഞത്? പിന്നെ ഇതെന്താണ്? മുഴുവൻ വാർഡ്രോബും സാരികളാൽ നിറഞ്ഞിരിക്കുകയല്ലേ? ഇന്നലെ ഇതൊന്നും നീ കണ്ടില്ലേ? അപ്പോഴാണ് വിവാഹരാത്രിയിൽ കണ്ട ആ ഭംഗിയുള്ള വില കൂടിയ സാരികളെ ആസ്ത വീണ്ടും നോക്കിയത്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അവൾ സാരി ധരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവയിൽ ഒരെണ്ണം പോലും തൊട്ടിരുന്നില്ല. അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷെ ഞാൻ ഇത്... അത് പറയുന്നതിനിടെ ആസ്തയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അർമാൻ നെട്ടിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു, പക്ഷേ ഞാൻ എന്ത്? ഈ ഡ്രസ്സുകളൊക്കെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ധരിക്കാനൊന്നുമില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പേടിച്ചുപോയ ആസ്ത പെട്ടെന്ന് പറഞ്ഞു, അത് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അതു കേട്ട അർമാൻ അവളെ അവിശ്വസനീയമായി നോക്കി. എന്ത്? ആ മറുപടി കേട്ടതോടെ അവന്റെ അസഹിഷ്ണുത വീണ്ടും കൂടി. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി തന്റെ ക്ഷമയുടെ അതിരുകൾ പരീക്ഷിക്കാനാണ് വന്നിരിക്കുന്നതെന്നു തന്നെ അവന് തോന്നി. അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു, സത്യം പറയ്, നിനക്ക് ശരിക്കും സാരി ഉടുക്കാൻ അറിയില്ലേ? വീണ്ടും ആസ്ത നിഷ്കളങ്കമായി തലയാട്ടി. അവളെ നോക്കിക്കൊണ്ട് അർമാൻ പറഞ്ഞു, ആ ഡ്രസ്സ് അഴിക്ക്. ആ വാക്കുകൾ കേട്ടതും ആസ്ത ഞെട്ടലോടെ കണ്ണുകൾ വലുതായി. അവൾ വിക്കി വിക്കി ചോദിച്ചു, എന്താ? കുറച്ചു മുമ്പ് ആർമാൻ വെള്ളമൊഴിച്ച് നനച്ച ഡ്രസ്സ് അവളുടെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അറിയാതെ തന്നെ അവൾ കൈകൾ കൊണ്ട് സ്വയം മറയ്ക്കാൻ ശ്രമിച്ചു. അവളുടെ ആ പ്രതികരണം കണ്ടപ്പോൾ ആർമാൻ അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലായി. ശബ്ദം കടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ആ ഡ്രസ്സ് ഉടനെ അഴിക്ക്. നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. അത് നിന്റെ മുഖത്തു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ നിനക്ക് സാരി ഉടുത്തു തരാം. ആർമാൻ അങ്ങനെ പറഞ്ഞതും ആസ്തയുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഒരുപാട് വരെ ഉത്തരം കിട്ടി. ചുണ്ടുകൂട്ടി മനസ്സിൽ അവൾ പറഞ്ഞു, എന്തൊരു നാണമില്ലാത്ത മനുഷ്യൻ. പിന്നെ പതിയെ അവനെ നോക്കി ചോദിച്ചു, പക്ഷേ നിങ്ങളെ കണ്ടിട്ട് സാരി ഉടുക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് സാരി ഉടുക്കാൻ എങ്ങനെ അറിയാം? ശരിക്കും ആർമാൻ ആസ്തയെ സാരി ഉടുക്കാൻ സഹായിക്കുമോ? ആർമാന്റെ നിർബന്ധത്തിന് മുന്നിൽ ആസ്ത വഴങ്ങുമോ? അതോ ആദ്യമായി അവൾ അവനോട് എതിർത്ത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമോ?